എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നരച്ച മുടി ഓർത്ത് ഇനി ആരും വിഷമിക്കേണ്ട. മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികൾ ഓർത്ത് ഇനി ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ മുടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. താരനും ചൊറിച്ചിലൊക്കെ മാറി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും കിളുത്ത് വരുന്ന മുടി നല്ല കരുത്തോടു കൂടി വരാനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ഓയിൽ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് ഭയങ്കര വില കൊടുത്തൊക്കെ വാങ്ങിക്കുന്നതാണ്, പക്ഷേ അതിന് ഫലം കാണത്തില്ല. അതുപോലെ ഹെയർ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ കാണും അല്ലേ. അവരെ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ 3 നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് നമ്മൾ വെറുതെ വേസ്റ്റ് കളയുന്നൊരു കാര്യമാണ് ചിരട്ടയുടെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ചിരട്ട വെള്ളം ഇട്ട് കുടിക്കുന്നതും നമ്മൾ ഇറച്ചിയൊക്കെ വേവിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ ഒരു ചിരട്ട നമ്മൾ ഇടാറുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അത്രയേറെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് ചിരട്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിരട്ട വെച്ചിട്ട് നല്ലൊരു ഹെയർ ഡൈയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തലയിൽ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു നാച്ചുറലായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് വെച്ചാൽ കറുപ്പ് കിട്ടുന്ന ഒരു ഡൈയും കൂടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അത് നമ്മൾ കുറച്ച് ചിരട്ട 3-4 ചിരട്ട എടുത്തിട്ട് നേരെ അടുപ്പിലോട്ട് വെക്കുകയാണ്. നല്ല പോലെ അത് കത്തി അതിൻ്റെ കരിയാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. കരി അങ്ങ് ചാമ്പൽ പോലെ ആവുന്നതിന് മുമ്പ് നമ്മൾ പുറത്തോട്ട് എടുത്ത് മാറ്റിക്കണം. നമ്മൾ തേക്കാൻ പാകത്തിനുള്ള പണ്ടത്തെ ചിരട്ടക്കരിയില്ലേ, അതേ രീതിയിൽ കേട്ടോ. കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. ഇതൊന്ന് കത്തി വരുന്ന ഒരു സമയമുള്ളൂ. പിന്നെ ആ ഒരു കരി ഒന്ന് തണുത്ത് കിട്ടണം. അന്നേരം നമ്മൾ എത്ര വില കൊടുത്ത് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ നമുക്ക് അത്ര കണ്ട് ഫലമൊന്നും തരത്തില്ല. പക്ഷേ നമ്മുടെ പൈസ പോകുന്നത് മിച്ചം. പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെർമനൻ്റായിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ചിരട്ടക്കരി വെച്ചിട്ട് എങ്ങനെ മുടി കറുപ്പിക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ചോദിച്ചാൽ അറിയാൻ പറ്റും എത്രത്തോളം ഗുണകരമാണ് ചിരട്ടയും ചിരട്ടക്കരിയും അതുമൂലം ഉണ്ടാക്കുന്ന മറ്റ് കാര്യങ്ങളും. അതായത് നമ്മൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇത് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ ചേരുവകൾ ഒത്തിരി ചേരുവകൾ ചേർത്ത് കൺഫ്യൂഷൻ വേണ്ട. വളരെ സിമ്പിളായിട്ട് ഇത് നമ്മൾ ചിരട്ട കത്തിച്ച് അതിൻ്റെ കരിയെടുത്ത് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. മിക്സിയുടെ ജാറ് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ സിമ്പിൾ കാര്യം പറയാം. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 1-2 തുള്ളി ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പിൻ്റെ വെള്ളം ആണെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് ഒന്നൊന്ന് കറക്കി എടുത്താൽ തന്നെ മിക്സിയുടെ എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആൻഡ് നീറ്റായി കിട്ടും. ഒട്ടും തന്നെ ആ ഒരു കറുപ്പൊന്നും അതിനകത്ത് വരത്തില്ല. ഇതിപ്പോൾ നല്ല പോലെ അതിനെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡർ രീതിയിലോട്ടാണ് കിട്ടുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡൈ തയ്യാറാക്കുന്നത്. ഒരുപാട് ചേരുവകളൊന്നുമില്ല. തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്. ഡൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇത് ചെയ്യാം. മുടി കറുപ്പിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മൾ മൈലാഞ്ചി പൊടി നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം. അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുക. എക്സ്പയറി ഡേറ്റ് കഴിയാത്തതാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാനും വേണ്ടി. അതിലേക്ക് നമ്മൾ സമാസം എടുക്കുക. നെല്ലിക്കപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിരട്ടക്കരി, ഇവ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേയിലവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കട്ടിക്ക് തേയിലയും കാപ്പിപ്പൊടിയും കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കൊടുക്കുക. സാധാ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ഇതിങ്ങനെ വെച്ചേക്കാം. ഏറ്റവും ഗുണകരമാണ്. കുറഞ്ഞത് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുക. അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതി. ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പം മുടി കറക്കാൻ ഏറ്റവും ഗുണകരമാണ്. ഇരുമ്പ് എത്രത്തോളം മുടി കറുപ്പിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിതിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ. തലേന്നത്തെ പുളിച്ചതായിട്ട് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെറുതെ കഞ്ഞിവെള്ളം നമ്മുടെ തലയോട്ടിലും തലമുടിയിലും തേർക്കുമ്പം തന്നെ അതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ആണെന്ന് ഉപയോഗിക്കുന്നവർക്കറിയാം. ഇനിയിപ്പോൾ ഏത് പ്രായക്കാർക്കും ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതിപ്പോൾ 3 കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിറ്റേ ദിവസം രാവിലെ കാണിക്കാമേ. ബാക്കിയുള്ള കരി എടുത്തിട്ട് അതിലേക്ക് ആവണക്കണ്ണയുടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആവണക്കണ്ണയുടെ ഗുണങ്ങൾ, ആ ഒരു എണ്ണയുടെ ഗുണങ്ങൾ. ഇപ്പം താടി, മീശ, അതുതന്നെ പിരികമൊക്കെ വളരാനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ മുടി നല്ല കറുപ്പോടെ നല്ലതായിട്ട് വളർന്നു വരാൻ ഏറ്റവും ഗുണകരമാണ് ആവണക്കണ്ണയാണ്. അതൊരു തിക്കായിട്ടുള്ള രീതിയിലാണ്. ഇതൊരു പൗഡർ രീതിയിലുള്ള പൊടി ആയതുകൊണ്ട്, നമ്മുടെ ചിരട്ടക്കരിയുടെ പൊടി ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഡൈയിലോട്ട് നമുക്ക് മാറ്റാം കേട്ടോ. ഇത് നമ്മൾ കയ്യിൽ തേച്ചിട്ട് ഈ ആവണക്കണ്ണ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളെ കാണിക്കും. ഒട്ടും തന്നെ അത് പടരത്തില്ല. നമുക്ക് ഒട്ടും പടരാതെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുവേ. ഈ ഒരു രീതി കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മുടി നരച്ച മുടി അങ്ങങ്ങാട്ട് കാണുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വിരൽത്തുമ്പിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ അത് നല്ല കറുപ്പായിട്ടിരിക്കും. ആ ഒരു മറ്റു മുടികളുടെ കറുപ്പ് പോലെ നമുക്ക് തോന്നും. ഇത് നമുക്കൊരു ഓയിൽ രീതിയിലോട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിനെ നമുക്ക് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ തലയോട്ടിലും തലമുടിയിലും മൊത്തം നരച്ച മുടിയും അല്ലാത്ത മുടിയുള്ള സ്ഥലങ്ങളിലെല്ലാം തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ്. ഇതല്ലാതെ ഇൻസ്റ്റൻ്റായി രീതിയിൽ നമുക്ക് ഈ ഒരു എണ്ണയെ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഈ ഒരു കരിയും ആവണക്കണ്ണയുടെ എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ പല രീതിയിൽ ഇൻസ്റ്റൻ്റ് ഡൈകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. പ്രത്യേകിച്ച് അറിയാലോ, ആവണക്കണ്ണയുടെ എണ്ണ കുറച്ച് കട്ടിയുള്ളതാണ്. പെട്ടെന്ന് ഇത് ഡ്രൈ ആവും. അന്നേരം നമ്മുടെ കയ്യിൽ പടരുകയോ അങ്ങനത്തുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടില്ലേ. നല്ലപോലെ അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ചീപ്പിലും ആവില്ല, കയ്യിലൊന്നും ആവില്ല. നമ്മൾ ഒരുപാട് തലയിട്ട് മുടി നമ്മുടെ കൈ കൊണ്ടിട്ട് ഒലയ്ക്കാതെ നമ്മൾ അതേ രീതി കെട്ടി വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുവാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. ഇൻസ്റ്റൻ്റ് ആയി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. ഇതൊരു ഓയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു ചട്ടക്കരി വെച്ചിട്ടാണ് 2 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലായിട്ടില്ല, മുടി ചീവുമ്പോൾ എല്ലാം ഒരേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡൈ ചെയ്യുന്ന ഡാർക്ക് കറുപ്പല്ലേ നോർമലായിട്ട് മുടിയുടെ കറുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ തലേന്ന് വെച്ചിരുന്നതായിട്ടുള്ള ഡൈ ഇവിടെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ഇതാണ് കേട്ടോ. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മുടെ ചിരട്ടക്കരി പൊടിച്ചതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നെല്ലിക്ക പൊടിയുമാണ് ചേർത്തത്. വെറും 2 ചെരുവയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യാനും വേണ്ടി കഞ്ഞിവെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഡൈ എന്ന് പറയുമ്പോൾ തലയിലേന്ന് ഇങ്ങനെ ഒലിച്ചു പോകാത്ത രീതിയിൽ വേണമല്ലോ നമ്മളത് സെറ്റ് ചെയ്യാനും വേണ്ടി. ആ രീതിയിലാണ് ഒരു കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത് തേക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല, കാരണം മുടിയിൽ മറ്റേ ഡൈ തേച്ചുകൊണ്ടാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഓയിൽ, അത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. നമ്മൾ കരിയാപ്പില നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ്. അതിനൊപ്പം നമ്മൾ പനിക്കൂർക്കയുടെ ഇല, നമുക്കിപ്പോൾ എത്രത്തോളം ഇത്ര അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ നമ്മൾ കുറച്ചേറെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ്. പനിക്കുറുക്ക ഇല, കരിവേപ്പില, തുളസി ഇല, ഇതിലേറ്റവും കൂടുതൽ വേണ്ടത് കരിവേപ്പിലയാണ്. ഇത്രയും ചേർക്കുക. ജലദോഷം തുമ്മൽ പ്രശ്നമുള്ളവർക്കൊക്കെ നമുക്ക് തുളസിയും പനിക്കുറുക്കയുടെ ഇലയും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കരിഞ്ജീരകം, ഉലുവ ഇവ രണ്ടും ചേർത്ത് കൊടുക്കണം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും ഇവ 3 നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് ബാക്കി ചേരുവകൾ ചേർത്താലും മതി. അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ടേസ്റ്റിന് നമ്മുടെ ആ ഒരു തേക്കുന്ന രീതിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുക്കാനും വേണ്ടി വെള്ളം ഒന്നും ചേർക്കരുത്, വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് കരിഞ്ജീരകം, ഉലുവ, നെല്ലിക്ക 3 എണ്ണം ചേർക്കുന്നുണ്ട്. വളരെ കുറഞ്ഞൊരു 1/2 കിലോ എണ്ണയാണെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കറ്റാർ വാഴ, നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചേരുവകളാണ് ഇതെല്ലാം തന്നെ. എന്നിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് മാറ്റി അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിനെ ചെറിയ തീയിലിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ആക്കിയെടുക്കുക. തിളച്ച് വരുമ്പം തന്നെ നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന ഇലകൾ അരച്ചിട്ടുള്ളതെല്ലാം മൂത്ത് വരുമല്ലോ. ഇത് കറക്റ്റ് പാകം എന്നറിയാനും വേണ്ടി നമുക്കിതൊന്ന് കുറച്ചും കൂടി ഇതിൻ്റെ കളറ് മാറിക്കഴിയുമ്പം ആ ഒരു അരപ്പിൽ നിന്ന് ഇതിങ്ങനെ സെപ്പറേറ്റ് ആകുമ്പം തന്നെ ഒരു നല്ല മണം വരും കേട്ടോ. അന്നേരം ഇതിലേക്ക് നമ്മൾ കറക്റ്റ് പാകമാണോ എന്നറിയാനും വേണ്ടി മിക്ക ആൾക്കാർക്കും, ഇപ്പം എനിക്കൊന്നും അറിയത്തില്ല, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവസാനം ഒത്തിരി മൂത്ത് പോകുന്നതിന് മുമ്പ് ഇതിലേക്ക് 2 or 3 തുളസി ഇലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഒന്ന് ഇട്ടിട്ട് അതൊന്ന് അത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നതാണ് ഈ ഒരു എണ്ണയുടെ കറക്റ്റ് പാകം കേട്ടോ. എന്നിട്ട് ഇതിന് നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷം തോർത്തിലോ അല്ലെങ്കിൽ അരിപ്പയോ ഉപയോഗിച്ചിട്ടോ നല്ലപോലെ അരിച്ചെടുക്കാം. അതാണ് ഈ ഒരു എണ്ണയുടെ പ്രോസസ്സിങ്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടാണ്. അത് ഏത് പ്രായക്കാർക്കും മുടി വളരാനും അകാല നര വരാതിരിക്കാനും മുടി പൊഴിച്ചിലൊക്കെ മാറി സമർത്ഥമായിട്ട് മുടി വളരാനും മുടി നല്ല കറുപ്പോട് കൂടി വരാനും ഇപ്പം നരച്ച മുടി ഉള്ളവർക്ക് പോലും മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയാണ്. ഇതിനകത്ത് നമ്മൾ വേറെ കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല. ഒരുപാട് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ, നമ്മൾ പല തരത്തിലുള്ള എണ്ണകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കറിവേപ്പിലയാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇത് കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്.
ഇത് ആ പിഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരു വേസ്റ്റായിട്ട് കളയണ്ട കേട്ടോ. നമ്മൾ ഹെയർ പാക്കൊക്കെ ഹെയർ പാക്കൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അന്നേരം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. വെറുതെ വേസ്റ്റാക്കി കളയണ്ട. നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നല്ല മണമാണ് കേട്ടോ ഈ ഒരു എണ്ണയ്ക്ക്. നമ്മുടെ ആ ഒരു കറിവേപ്പിലയും തുളസിയും പനിക്കുറുക്കയും ഒക്കെ ചേരുന്ന നല്ല മണവും അതിലേറെ നമുക്ക് ഗുണകരവുമായിട്ടുള്ള വളരെ സിമ്പിൾ ചേരുവകൾ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ എപ്പോഴും പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അന്നേരം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ.